ഖുറാനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഖുറാനെ പറ്റി കേൾക്കാൻ പോവുകയാണ്. നമ്മളോട് ഇന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ വാസി ധർമ്മഗിരിയാണ്. ഖുറാനോട് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഖുറാനെ എങ്ങനെ സമീപിക്കണമെന്നും ഖുറാൻ നമ്മളോട് എങ്ങനെയാണ് സംവദിക്കുന്നതെന്നും ഒക്കെയാണ് ഉസ്താദ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. ഖുറാനെ പറ്റിയിട്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ ഖത്തറിൽ തന്നെ ഖത്താറയിലും ഗ്രാൻഡ് മോസ്കിലും HBKയിലൊക്കെ ആയിട്ട് സംസാരങ്ങൾ നടത്തിയ ഉസ്താദ് അബ്ദുൽ വാസിയാണ് നമ്മളപ്പുറം ഖുറാനെ പറ്റി സംസാരിക്കാനുള്ളത്. നമ്മളിപ്പോൾ ഖുറാനെ പറ്റിയിട്ട് ഓൾറെഡി കുറച്ച് എപ്പിസോഡ് നമ്മൾ കുറേ ആൾക്കാർ കണ്ട ഒരു എപ്പിസോഡ് നമ്മൾ ഖുറാനെ പറ്റി ചെയ്തൊരു എപ്പിസോഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്ന ഒരു എപ്പിസോഡും നമ്മൾ ഖുറാനെ പറ്റി ഞങ്ങൾക്കും കിട്ടിയ ദിവ്യപ്രകാശം, അങ്ങനെ തന്നെ അതിന്റെ ഹെഡിങ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആദ്യത്തെ ഒരു എപ്പിസോഡ്. അപ്പം ഖുറാനെ പറ്റി, പിന്നെ ഫലസ്തീനികൾ എങ്ങനെയാണ് ഖുറാനെ കാണുന്നത്, ഏറ്റവും ഇപ്പം അടുത്തായിട്ട് റീസെന്റ് നമ്മൾ തദബ്ബൂർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസും ഖുറാനത്തെ ഓരോ ആയത്തിങ്ങനെ എടുത്തിട്ട് ആ ആയത്തിന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഓരോ റീഡിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നായിക്കോട്ടെ ഖുറാനെ പറ്റി സംസാരിക്കുക, എന്നാൽ നല്ല ആൾ വരണല്ലോ എന്ന് വിചാരിക്കും. അപ്പോഴാണ് ഖത്തർക്കുള്ള ട്രിപ്പ് കിട്ടുന്നത്. അപ്പൊ ഒന്ന് അവസ്ഥ ഉണ്ടല്ലോ പിന്നെന്താന്നൊക്കെ വെച്ചിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഖുറാനെ പറ്റി കുറേ ഇങ്ങനെ സംസാരിച്ചിന്. ഒന്ന് അധികം സംസാരിച്ച് നമ്മൾ ഹിഫ്ള് പഠിക്കുമ്പോൾ നമുക്കുണ്ടായ കുറെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ ഇപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം, ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അയാളെ മുമ്പിലേക്ക് ഖുറാൻ വരികയാണ്. അപ്പൊ എങ്ങനെയാണ് ഖുറാനെ മനസ്സിലാക്കുക? ഇപ്പൊ നമ്മളിപ്പം കുറെ പണ്ഡിതന്മാരിങ്ങനെ ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാരിങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ, ഇവരൊക്കെ സാധാരണക്കാർ തന്നെയായിരുന്നുള്ള വേറെ കാര്യം. എന്നാലും ഇപ്പൊ ഉള്ള ഒരാള് ഖുറാൻ എടുക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് ഇപ്പൊ മനസ്സിലാക്കുക? നമ്മള് ശരിക്ക് ഖുറാനെ സമീപിക്കുന്നതിൽ നമ്മള് ഖുറാൻ ജനകീയമാവാത്തതിൽ ഒരു വലിയ കാരണം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ അറബി കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ അത് നാട്ടുകാർക്ക് പഠിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുമ്പോഴാണ് ശരിക്ക് ഖുറാനിനോട് ഒരു വൈകാരികമായ ഒരു അടുപ്പോ ശരിക്കും ഉണ്ടാക്കുമ്പോഴാണ് ഖുറാൻ എന്താണ് എന്ന് ജനങ്ങൾ ഉൾക്കൊള്ളും. അപ്പോൾ ഖുറാൻ എന്താണെന്ന് ഉൾക്കൊള്ളണമെങ്കിൽ അതിൻ്റെ സോഴ്സ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹുവിൻ്റെ കലാം എന്നാണ് നമ്മൾ ഖുറാനെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ അള്ളാഹുവിനോടുള്ള നമ്മുടെ ഒരു സമീപനം, ഇപ്പോൾ അള്ളാഹുവിനോട് ശരിക്ക് നമുക്ക് ഏറ്റവും നല്ല ഇഷ്ടവും നമുക്ക് ഏറ്റവും നല്ല താല്പര്യമൊക്കെ ഉണ്ടാവേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. വല്ലദീനാമനോ അശദ്ദു ഹുബ്ബല്ലില്ല എന്ന് പറയും. കാരണം അള്ളാഹ് നമ്മുടെ റബ്ബാണ്, നമുക്ക് വേണ്ടതൊക്കെ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആ അള്ളാഹുവിനോടുള്ള സ്നേഹം മൂത്ത് വരുമ്പോഴാണ് ശരിക്ക് ഖുർആനിനെ ഒരു വൈകാരികമായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. അതിന് ശരിക്ക് ഒരാളോടുള്ള സ്നേഹം മൂക്ക്, അല്ലെങ്കിൽ ഒരു ശക്തിയോട് നമുക്ക് സ്നേഹം തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനെങ്ങനെ കാണാനും അല്ലാണ്ട് തോന്നും. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സീനാ പർവ്വതത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ മൂസാ നബിക്ക് അള്ളാഹുവിനോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണാനും അല്ലാണ്ട് ഒരു പൂതി. അപ്പോൾ റബ്ബി അരിനി അള്ളൂറല്ലേ, പഠിച്ചോന്ന് എനിക്ക് ഇതിനെ കാണാൻ പൂതിയാവണം, അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറഞ്ഞ് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. പക്ഷെ അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹു നൂറു സമാവാത്തി വല്ലർദ്, ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ്, അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇതാ എൻ്റെ പ്രകാശത്തിൽ നിന്നൊരു ഇതള് നിനക്ക് ഞാൻ, ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദവ വനൂർ. അതായത് തൗറാത്ത് എന്ന് പറയുന്നത്, വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഇതളാണ്. അപ്പൊ ശരിക്ക് ഖുർആനെ കുറിച്ചും അങ്ങനെ തന്നെ പറഞ്ഞത് നൂർ എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനോട് സ്നേഹം മൂത്ത് നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹ് കൊടുക്കുന്ന, അള്ളാഹുവിനെ കാണാനൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ച്, നമുക്കൊരാളോട് സ്നേഹം കൂടിയാൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് തോന്നും. അപ്പോൾ ആ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. അപ്പൊ ഇതിങ്ങനെ ശരിക്ക് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അല്ലാണ്ട് ഇത് അതിന്റെ എല്ലാ നിർവചനമൊക്കെ പറഞ്ഞ് നമ്മൾ ഖുറാനെ പഠിപ്പിച്ചാലൊന്നും ആളുകൾക്ക് അതൊരു ഫീല് ചെയ്യില്ല. സാധാരണ ഖുറാനെ പറ്റി എന്താ പറയും? അതിന്റെ താരീഫ് ഇങ്ങനെ പറയുന്നത് എന്താണ്, ജിബിരിയിൽ വഴി എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ട, അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ഇത് ഫീൽ ആവില്ല. ഈവൻ സഹാബാക്കൾക്ക് പോലും അങ്ങനെയല്ലല്ലോ ഖുറാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ തലമുറക്ക് പോലും ഇങ്ങനെ നിർവചനം പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ശരിക്ക് ഖുർആന് ഈ ഒരു രൂപത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാനെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരാള്, ഒരു സാധാരണക്കാരൻ ഖുർആനെ സമീപിച്ചാൽ, ഖുർആൻ ഓതുമ്പോൾ സാക്ഷാൽ പടച്ചവന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുക. നമുക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ, എല്ലാം നൽകിയിട്ടുള്ള നമ്മുടെ ഉപ്പ,
അപ്പോൾ ആ ഉപ്പയുടെ കൈ പിടിച്ച് നമ്മളിങ്ങനെ അങ്ങാടിയുടെ വിരൽ പിടിച്ച് ഇങ്ങനെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് എൻ്റെ തുണയാണ്, നമ്മുടെ ധൈര്യമാണ്. ആ ഒരു ഫീലാണ് ശരിക്ക് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ശരിക്കും ഇത് എന്താണ്, അള്ളാഹുവിൻ്റെ പ്രകാശമാണ്, അള്ളാഹുവിനെ കാണുക എന്നുള്ള എൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് തോന്നണം. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ഫീൽ ഒരിക്കലും വരില്ല. അതാണ് ഇപ്പൊ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലുതായിട്ട് എന്താണെന്ന് വെച്ചാൽ അള്ളാനെ ഇപ്പൊ സ്വർഗത്തിലെത്തിയാൽ പോലും നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ അള്ളാനെ കണ്ടാ ഇലാ റബ്ബിഹാ നാളിറ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ കാണുക എന്നുള്ള അത് ശരിക്കും പൂർത്തിയാകുന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ അതിന് സ്വർഗത്തിൽ അത് പൂർത്തിയാവണമെങ്കിൽ ദുന്യാവിൽ നമ്മളിങ്ങനെ അള്ളാഹുവിന്റെ കൈ പിടിച്ചിങ്ങനെ നടക്കണം. ഓക്കെ. അപ്പോഴും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ഫലസ്തീനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഫലസ്തീനുകളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ഭയങ്കര ഖുർആനെ പറ്റി പറയുമ്പോഴൊക്കെ ഭയങ്കര വൈകാരികമാവുന്നുണ്ട്, ഭയങ്കര ഇമോഷൻ. സാധാരണ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഈ സ്വഹാബിമാരുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അവരിങ്ങനെ കരയുക, ഓരോ ആയത്തുകളൊക്കെ ഓതുമ്പോൾ അവർ വല്ലാണ്ട് മനസ്സിൽ കൊള്ളുക. പക്ഷെ പലപ്പോഴായിട്ടും ഇപ്പൊ നമ്മൾ പറയുന്ന നമുക്ക് പോലും ഖുർആൻ ഓതുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യല്ലേ. ഇപ്പൊ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യണം, ഇമോഷൻ വരണമെന്നൊക്കെ പറയുമ്പോൾ പോലും അതെങ്ങനെ ശരിക്കും സംഭവിക്കുക? അങ്ങനെ നമ്മള് ഇപ്പോൾ സാധാരണ ആളുകൾ പറയും ഇപ്പോൾ ഖുർആൻ അറബി ഭാഷയിലാണ്, ഇപ്പൊ നമ്മളിപ്പോൾ അത് വായിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാകാത്തിടത്തോളം കാലം നമുക്കത് പ്രത്യേകിച്ച് ഫീൽ ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ പോലും ഖുർആൻ അർത്ഥം അറിയാതെ വായിച്ചാൽ അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന് കാരണം എന്താ വെച്ചാല് അതുകൊണ്ട് പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടാവില്ല. റസൂല് പറഞ്ഞ പ്രതിഫലവുമായി ബന്ധപ്പെട്ട സംഗതികൾ അത് അർത്ഥം അറിയുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് സാധാരണ പറയും. പക്ഷെ ശരിയല്ല അത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഖുർആൻ പാരായണം കേൾക്കുക, നമുക്കൊരു അർത്ഥം അറിയില്ല നോക്കുക, പക്ഷെ എന്നാലും നമുക്കൊരു അതിൻ്റെ ഒരു ഫീല് കിട്ടും ശരിക്കും. ചില പാരായണങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് ഫീല് കിട്ടും. ഇനി ഭാഷ അറിയില്ല നോക്കുക, പക്ഷെ ഇത് ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള ആളോടുള്ള നമ്മുടെ ബന്ധമാണ് ശരിക്ക് അതിനോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. ഖുർആനോടുള്ള ബന്ധം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ബന്ധമാണ്. അള്ളാഹുവിനോട് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു വിശ്വാസി ഒരു മുസ്ലിമായിട്ട് നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോട് വലിയ ഇഷ്ടമാണെങ്കിൽ ഇത് ശരിക്ക് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കും. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഒരു 10-25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരവസ്ഥ. അന്ന് എന്താണ്, നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ ഗൾഫിലാണ്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല, മൊബൈലില്ല, അതല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അന്നത്തെ ആകെ അവർ പരസ്പരം കണക്ട് ചെയ്തിരുന്ന ഒരു സാധനം കത്തായിരുന്നു. അതായത് ഭർത്താവ് കത്ത് എഴുതും, ഇവിടെ ഭാര്യ കത്ത് വായിക്കും. ചിലപ്പോൾ ഭാര്യ, മിക്കവാറും സ്ത്രീകളൊന്നും അക്കാലത്ത് വായിക്കാൻ പോലും അറിയാത്ത ആളുകളാണ്. പക്ഷെ ആ ഒരു എന്താണ് കത്തിനോടുള്ള സമീപനം ശരിക്ക് ഇപ്പം അന്ന് പോസ്റ്റ്മാനെ തെരഞ്ഞെടുക്കും ഇവര്. എന്നിട്ട് പോസ്റ്റ്മാനോട് ചോദിക്കും വല്ല കത്തുണ്ടോ എന്ന് ചോദിക്കും. കത്തുണ്ടാവില്ല, സ്വാഭാവികമായിട്ട് മടങ്ങി വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. അവസാനം കത്ത് കിട്ടും. കത്ത് കിട്ടിയിട്ട് എന്താ, കത്ത് കിട്ടിയിട്ട് അതിന് വായിക്കാൻ അറിയില്ല. പക്ഷെ കത്ത് കിട്ടുമ്പോഴേക്കും അതിൻ്റെ കൈകളൊക്കെ ഇങ്ങനെ വിറച്ചു തുടങ്ങും. കാരണം അത് ആരാ അയച്ചതാണ്? പുതിയാപ്പിള അയച്ച കത്താണ്. കാരണം പുതിയാപ്പിളിനെ അത്രത്തോളം കുറേ ആയി കണ്ടിട്ട് അത്രക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ കത്തുമായിട്ട് അത് വായിക്കാൻ, ആ നാട്ടിൽ ചിലപ്പോൾ 1-2 ആൾക്കാരൊക്കെ അത് വായിക്കാൻ അറിയണുണ്ടാവും. അവരടുത്ത് ചെല്ലും, അവരിങ്ങനെ വായിച്ചു കൊടുക്കും. അപ്പോൾ അത് അവരിങ്ങനെ വായിച്ചു കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ അതിൻ്റെ ആ ഒരു ഫീല് ഇവരെ എന്താണ് മൊത്തം ശരീരത്തിൽ നമുക്ക് കാണാം. കണ്ണൊന്ന് കണ്ണുനീരൊഴുകും, അവരുടെ രോമകൂപങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അതൊരു വല്ലാത്ത ഫീലാണ്. ഇതേ സാധനമാണ് ഖുർആനെ കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഇദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അയ്യുനഹും തഫീളു മിനദ്ദം മിമ്മാ അറഫു മിനൽ ഹഖ്. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നത്, ആരെങ്കിലും പാരായണം ചെയ്യുന്നത് കേട്ടാൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ കണ്ണിന്ന് കണ്ണുനീരൊഴുകും. വേറൊരായത്തിൽ തക്ഷൈറു മിന്നു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബ്, അവരുടെ ഇങ്ങനെ എന്താണ് തൊലികളൊക്കെ ഇങ്ങനെ എടുത്തുടിച്ചു നിൽക്കും, അല്ലെങ്കിൽ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറയാം. അപ്പോൾ ഈ ഫീല് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരു വലിയ അറബി പണ്ഡിതന് മാത്രമേ ഖുർആന് ഫീല് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു അബദ്ധമായ ധാരണയാണ്. ഫീല് ചെയ്യണമെങ്കിൽ അത് ഇനി നന്നായി അറബി അറിയുന്ന ഒരു സ്കോളർ ആണെങ്കിൽ പോലും അത് ഫീല് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആളോട് സ്നേഹം വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ആ കത്ത് എഴുതിയിട്ടുള്ള ആളോടുള്ള സമീപനമാണ് ആ കത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്ക് കാണുന്നത്. എന്ന് മാത്രമല്ല ആ കത്തൊക്കെ ശരിക്ക് സാധാരണ ഒരു കത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല, കണ്ടന്റ് ഇല്ല, കഴിഞ്ഞില്ല, പുതുമയില്ലല്ലോ. അപ്പൊ നമ്മൾ ശരിക്കും ഖുർആൻ വായിച്ച സാധനം തന്നെ പിന്നെ വായിക്കുന്നില്ല.
അപ്പോൾ ഈ കത്ത് തകരപ്പെട്ടിയിൽ എവിടെയെങ്കിലുമൊക്കെ എടുത്തിട്ട് ഭദ്രമായി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് ഇങ്ങനെ നോക്കും. വായിക്കാൻ അറിയില്ലെങ്കിൽ പോലും അതെടുത്ത് ഇങ്ങനെ നോക്കും. അപ്പോഴും നേരത്തെ പറഞ്ഞ ഫീലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഖുർആൻ വായിക്കുന്നത്, അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ ആളുകൾ ആവർത്തിച്ച് വായിക്കുന്നത്, ഇനി ഒന്നും തിരിയാത്ത ആളുകൾ, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള വല്യമ്മമാരൊക്കെ ഇപ്പോഴും ഒരുപാട് തവണ ഖുർആൻ ഓതും. കാരണം അവരത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഓൾക്ക് അതിന്റെ എന്താണ് അർത്ഥം ഒന്നും അറിയില്ല, ഓൾക്ക് അതിന്റെ എന്താണ് കൂലി കിട്ടൂല എന്ന് പറയുന്നത് ഭൂലോക അബദ്ധമല്ലേ. അപ്പൊ അങ്ങനെയല്ല ഖുർആനെ സമീപിക്കേണ്ടത്. വീണ്ടും വീണ്ടും ഇങ്ങനെ ഇപ്പൊ കത്തിന് ഉദാഹരണം തന്നെ എടുത്താൽ വല്ലാണ്ട് ഒരു വൈകാരിക നിമിഷത്തൂടെ കടന്നു പോവാം. ഒരാൾക്കറിയും ഇപ്പൊ കണ്ടന്റ് കിട്ടിയില്ല, കണ്ടന്റ് മാത്രമേ നോക്കണ്ടുള്ളൂ, അർത്ഥം മാത്രമേ അറിയണ്ടുള്ളൂ, ഖുർആൻ ഓതുന്നതിൽ കാര്യമില്ല. പക്ഷെ നബി എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു ഹർഫ് ഓതിയാൽ ആ ഹർഫിന് നിങ്ങൾക്ക് കൂലിയുണ്ട്, അത് അർത്ഥം അറിഞ്ഞിട്ടാണോ ഇല്ലെന്ന് നബി കൃത്യാക്കിയിട്ടില്ല. ശരിക്കും അതാ പറഞ്ഞത്. അതായത് ചിലപ്പോൾ ഒരാള് നല്ല അറബി ഗ്രാമറൊക്കെ അറിയുന്ന ആള് ഗ്രാമർ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അത് വായിക്കുന്നത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഖുർആൻ ഓതും, അത് എന്താണ് തൊണ്ട കടന്ന് താഴേക്ക് ഇറങ്ങൂല എന്ന് പറയാ, തലയിൽ കയറൂല എന്ന് പറയുന്ന ഖുർആൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് സംഭവിക്കില്ല. പക്ഷെ അതേസമയം ഇപ്പോൾ നമ്മൾ ശരിക്ക് എന്താണ് ദീന് പഠിപ്പിക്കൽ തന്നെയും എങ്ങനെയാണ്, ദീന് പഠിപ്പിക്കൽ ഫിഖ് വെച്ചിട്ടല്ലേ. അതേമാതിരി തന്നെ നമ്മൾ ഖുർആനും പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു എന്താ പറയാ അന്തരീക്ഷം വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിൻ്റെ അപ്പുറം, അതായത് അക്ഷരങ്ങൾക്കപ്പുറം അതിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരം. അതുകൊണ്ടാണല്ലോ സഹാബാക്കളൊക്കെ ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം കേട്ടാൽ തേങ്ങിക്കരയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയും. സഹാബാക്കളെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ എന്താണ് ജിഹാദ് നടത്തിയിട്ടുള്ള വലിയ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുറേ കാലം ജിഹാദിലായതുകൊണ്ട് ഖുർആനൊന്നും വല്ലാണ്ട് ഓതാൻ കഴിയില്ല. നേരെ പള്ളിയിൽ വന്നാണ്ട് ഖുർആൻ എടുത്തിട്ട് തേങ്ങിക്കര. അതായത് ഇത് കയ്യിൽ നിന്ന് ടച്ച് വിട്ടു പോയല്ലോ എന്നുള്ള സങ്കടം. അതെന്തുകൊണ്ടാണ്? അതൊരായത്തിൽ പുതിയൊരു നിയമം ഉണ്ടോ നോക്കാനും വേണ്ടിയിട്ടല്ലല്ലോ അവർ വരുന്നത്. അവർ ശരിക്കും വരുന്നത്, എനിക്ക് ഇത്രയും കാലം കിട്ടില്ല പഠിച്ചോണ്ട്, ഇത് എൻ്റെ ഞാൻ ഈ കൈ പിടിച്ചാണല്ലോ നടക്കുന്നത്, അത് ഇത്രയും കാലം എൻ്റെ അടുത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന സാധനമാണത്. അങ്ങനെ അതേപോലെ തന്നെ എന്റെ ചോദ്യം തീർക്കേണ്ടി നിങ്ങൾ നോക്കണ്ട, ഇടയിൽ തന്നെ സംസാരിച്ചോളൂ, അല്ലെ ഇന്റർവ്യൂ മോഡൽ. ഇപ്പൊ അതേപോലെ തന്നെ ഖുർആൻ ആരാ വായിക്കേണ്ടതെന്നുള്ളൊരു സാധനം. ഇപ്പം നമ്മൾ പറയും ഇജ് ഖുർആൻ വായിക്കാൻ അയക്കില്ല, ഇജെങ്ങനെ വായിക്കുക. പക്ഷേ ഖുർആൻ തന്നെ ഇപ്പൊ ഖുർആൻ ഇറക്കിയതിനെ പറ്റി പറയുമ്പോൾ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് ആണ് പ്രയോഗിക്കുന്നത്. എല്ലാവർക്കും ഉള്ള സന്മാർഗമായിട്ടാണ് ഖുർആൻ. പണ്ട് കാലത്ത് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പറഞ്ഞാല് ജൂത ക്രൈസ്തവർക്കൊക്കെ സംഭവിച്ചത്, ഖുർആൻ എന്ന് പറഞ്ഞാല് ചില പ്രത്യേക ആളുകൾ വായിക്കേണ്ടത്, അത് വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത് പുരോഹിതന്മാര് അല്ലെങ്കിൽ പണ്ഡിതന്മാർ, അങ്ങനെയൊന്നുമില്ല. ഒന്ന് ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളിൽ തന്നെ ഒരു പ്രത്യേകം ആളുകൾ വായിക്കേണ്ടതല്ലാതെ ആരുടെ ഒരു കുത്തകയായിട്ട് ഇത് അവതരിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സഹാബാക്കളൊക്കെ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത്, അപ്പോൾ എന്താണ് ബദറിലൊക്കെ പങ്കെടുത്ത വലിയ സഹാബാക്കളുണ്ട്. ആ കൂട്ടത്തിൽ ഇതിൻ്റെ തഫ്സീർ ചോദിക്കുന്നുണ്ട്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോ തഫ്സീർ പറയുന്നു. അവസാനം ഇതല്ലാണ്ടൊരു തഫ്സീർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ഏറ്റവും ചെറിയ കുട്ടിയാണ് അവരുടെ കൂട്ടത്തിൽ ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെയാണ് കുറിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പോലും ആ ജനറേഷനിൽ പോലും ഇത് ആരുടെ കുത്തകല്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഇതുപോലൊക്കെയുള്ള പരിപാടികൾ വെച്ചിട്ട് ശരിക്ക് ജനകീയമാകുന്നുണ്ട് ഖുർആൻ. അപ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ മറ്റുള്ളവരെ സമീപിച്ച് ഇപ്പോൾ ഖുർആന്, പള്ളി അല്ലെങ്കിൽ അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട സാധനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രം സാധനം. അത് ശരിക്കും ഒരു വലിയ അക്രമമല്ലേ? കാരണം നേരത്തെ പറഞ്ഞ ആയത്തിൽ ഹുദൽ ലിന്നാസ്, അള്ളാഹു ജനങ്ങൾക്ക് മുഴുവൻ ഇറക്കിയിട്ടുള്ള ഒരു സാധനം നമ്മളെന്ത് കാട്ടുന്നത്? ഇത് നിങ്ങൾക്ക് പറ്റില്ല, ഇത് നിങ്ങൾ തൊടാനേ പാടില്ല, പള്ളി അള്ളാഹുവിൻ്റെ ഭവനാണ്, ഇത് വേറെ ആർക്കും കയറാൻ പറ്റില്ല, ഇത് ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രം കയറേണ്ടതാണ്. ഇത് ശരിക്കും നമ്മളെ ദീനിനെ വളരെ സങ്കുചിതമാക്കുന്നതിൽ ഇതിൽ പ്രത്യേകമായിട്ടുള്ള റോളുണ്ട്. അപ്പോൾ ഹുദൽ ലിന്നാസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുള്ളതാണ്, ആർക്കും വായിക്കാം. അതാണ് ഉമർ റളിയല്ലാഹു എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇതിപ്പോൾ ഏതാനും ചില മുസ്ലിങ്ങൾ വായിക്കേണ്ട സാധനമാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കുന്നത് തോഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖ എന്നൊക്കെ ഉള്ളത് പാരായണം ചെയ്തിട്ട് അല്ലെങ്കിൽ ചെയ്ത് കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. നമ്മുടെ കാലത്ത് പോലും അങ്ങനെയൊക്കെയുള്ള ഖുർആൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഹുദൽ ലിന്നാസ് എന്ന് പറയുന്നത് ഒന്ന് എല്ലാ ജനങ്ങളും ഇത് വായിക്കണം, അല്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കേൾക്കാൻ ആഗ്രഹിച്ചാൽ നമ്മൾ ഒരിക്കലും
ഇത് നിങ്ങൾക്ക് പറ്റുന്ന സാധനം, നമ്മൾ കർമ്മശാസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഇതിനെ ഇസ്ലാമിനെ സമീപിക്കുന്നത്. പറ്റി ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് നമ്മള് ലീഗാലിറ്റി, അതായത് കുറെ നിയമങ്ങൾ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു അള്ള പോലും അള്ളാഹുവിന്റെ വചനത്തിന് വെക്കാത്ത ഷർത്തുകൾ, കണ്ടീഷനുകളാണ് നമ്മൾ സാധാരണ ഓലത് തൊടാൻ പാടുണ്ടോ എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് തന്നെയോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടിയ ഒരു അപകർഷതാബോധം, അവരെന്ത് വിചാരിക്കും, ഇത് അവർക്ക് കൂടിയുള്ള സാധനമല്ലേ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ അതിനെ സമീപിക്കും. എന്ന് മാത്രമല്ല, ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അത് സവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അമുസ്ലിമായ ഒരാൾ, അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്തൊരു മനുഷ്യൻ, അയാൾ ഖുർആൻ ഓതുന്നു നോക്കുക. ഇപ്പൊ നിസ്കാരത്തിന് നോമ്പിനൊക്കെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. അത് അയാൾക്ക് മനസ്സിലാക്കണമെന്നില്ല. കാരണം എന്താണ്, അത് അദ്ദേഹത്തെ ബാധിക്കാത്ത വിഷയമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ വളരെ കുറവാണ്. അതായത് കർമ്മശാസ്ത്ര ഫിഖ്ഹിനെ കുറിച്ച്, നമ്മളെ ദീന് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമുക്ക് ഫിഖ്ഹാണ്. പക്ഷെ ഫിഖ്ഹിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ആകെ 150 അടുത്ത ആയത്തുകളുള്ളൂ പക്ക ഫിഖ്ഹ് പറയണത്. എത്ര ആയത്തുകളുണ്ട് ഖുർആനിൽ? 6000-ഓളം ആയത്തുകൾ ഉണ്ടായിട്ട് ആകെ 150-ഓളം ആയത്തുകൾ ഫിഖ്ഹിനെ കുറിച്ച് പറയണം. എന്നിട്ട് നമ്മക്ക് ദീൻ എന്താ? നമ്മളെ ദീന് ഫിഖ്ഹാണ്. അപ്പൊ ഈ സാധാരണക്കാരനായ മനുഷ്യന് അയാൾക്ക് എന്തുണ്ട്, ഹിസ്റ്ററി പറയുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്, പിന്നെ സയൻസ് പറയുന്നുണ്ട്, പലതരം സയൻസുകൾ പറയുന്നുണ്ട്, നിയമവശങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അയാൾക്കൊക്കെ ബാധിക്കുന്ന ഒരുപാട് സാധനം ഖുർആനിലുണ്ട്. അവരൊക്കെ അത് അല്ലാണ്ട് ഇതിലെ ഫിഖ്ഹ് വായിച്ചിട്ടല്ലോ ഇവർ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക. അപ്പോ ഇതിനെ ശരിക്കും നമ്മൾ ഒരു ജനകീയമാക്കണം. ഖുർആനിന്റെ ഇൽമിനെ ജനകീയമാക്കുക എന്ന് പറഞ്ഞാൽ, ശരിക്ക് ഇപ്പൊ ഖുർആന് ഇതിന്റെ ഒരു കണ്ടന്റ്, ഇപ്പോൾ ലോകത്ത് കുറച്ച് സയൻസ് ഒക്കെ അറിയുന്ന ഏതെങ്കിലും ടെക്നോളജി ഒക്കെ അറിയുന്ന ഒരു ടീമിന്റെ കയ്യിലാണെങ്കിൽ ഇന്ന് ലോകത്ത് ഭയങ്കര ഒരു വൈജ്ഞാനിക വിസ്ഫോടനം നടന്നിരുന്നു. പക്ഷെ നമ്മളെ കൗമ്, അതായത് ഖുർആനിൽ വിശ്വസിച്ച ആൾക്കാർ, ഖുർആനിനെ ഈ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മൾ 2 മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്താ ചർച്ച ചെയ്യാം? കർമ്മശാസ്ത്ര ചർച്ച ചെയ്യാം അല്ലേ? അതായത് നിസ്കാരത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്. അതാണ് നമ്മുടെ ഏറ്റവും മാക്സിമം ലെവൽ ദീൻ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചുള്ള ആയത്തുകളെ ഞാൻ നേരത്തെ പറഞ്ഞ എത്ര ഉണ്ടായിരുന്നത്, ബാക്കിയുള്ളതൊക്കെ അത് ആരും ചർച്ച ചെയ്യേണ്ടതാ. അപ്പൊ നമ്മൾ ഈ ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മറ്റു സാധനങ്ങൾ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ലോകം എവിടെയോ എത്തിയിരുന്നു. ലോകത്തെ വൈജ്ഞാനിക വിപ്ലവത്തിന് ശരിക്ക് ഖുർആൻ ഒരു ബേസ് ആയിട്ട് സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മത്ത് കടന്നു പോയിട്ടുണ്ട് നമുക്ക് ഖുർആനെ ബേസ് ചെയ്തിട്ടുള്ള. അതായത് നമ്മുടെ ഒരു സുവർണ കാലഘട്ടത്തില് ശരിക്കും അതല്ല സംഭവിച്ചത്. ഇപ്പോ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഇനിയിപ്പോ മുസ്ലിം സ്പെയിനിലെ നാഗരികത തന്നെ നോക്കിയാൽ മതി. അതായത് വ്യക്തികളും അതുപോലെ തന്നെ അക്കാലത്ത് അവര് എത്തിയിട്ടുള്ള ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ്, അതുപോലും ശരിക്ക് ഇപ്പൊ ഇന്ന് നിലനിൽക്കുന്ന യൂറോപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് ശരിക്ക് അന്ന് മുസ്ലിം സ്പെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അന്നത്തെ അവരുടെ നാഗരികത മാത്രമല്ല, അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള ശേഷിപ്പുകൾ പോലും ഇതിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മള് പിന്നെയും ബാക്കൊക്കെ പോയത്. നമ്മളെ ദീനെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ എപ്പോഴും ഇങ്ങനെ നിയമങ്ങൾ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ഓൺലൈൻ മുഫ്തിമാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇസ്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ നിയമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുറെ കണ്ടന്റ്, പല സ്വഭാവത്തിലുള്ള കണ്ടന്റ് ഒക്കെ ഖുർആനിലുണ്ട്. ഇപ്പൊ അതിന്റെ ഖുർആന്റെ സ്ട്രക്ചർ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രസത്തിൽ നമുക്ക് ഇത് ശരിക്ക് ഇമാം ബിഖായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഖുർആൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ സൂറത്തുകൾ ഇങ്ങനെ കാണും. അപ്പൊ ആ സൂറത്തുകൾ ഒരു മാലയിൽ കോർത്തിണക്കിയിട്ടുള്ള മുത്തുകളെ പോലെയാണ്. വെറുതെ ഇങ്ങനെ ഏതോ ഓർഡറിൽ ഇങ്ങനെ ഇട്ടിട്ട് മക്കി മദനി എന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇട്ട സാധനം ഉള്ളത്. ഇത് നേരെ മറിച്ച് അങ്ങേയറ്റം നല്ല മനോഹരമായിട്ട് കോർത്തിണക്കിയിട്ടുള്ള ഒരു സാധനം, പരസ്പരം കണക്റ്റഡ്. അതായത് ഇതിന്റെ കണക്ഷൻ അവര് തനാസുബ് എന്നാണ് പറയാം. എന്ന് പറഞ്ഞാൽ ഓരോ സൂറത്തിന്റെയും ഇടയിലുള്ള കണക്ഷന്, 2 സൂറത്തുകൾക്ക് ഇടയിലുള്ള കണക്ഷൻ, ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ തുടക്കവും തമ്മിലുള്ള കണക്ഷൻ, 2 ആയത്തുകൾക്കിടയിലുള്ള കണക്ഷൻ, ഇതിനൊക്കെ തനാസുബ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആ ഒരു ചൊറുക്കിൽ നമ്മൾ നോക്കിയാല് എത്ര മനോഹരമായിട്ടാണ് അള്ളാഹ് ഓർത്തിച്ചത്. അതല്ല രസം. ഇപ്പോ ഒരാൾക്ക് ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുന്ന ഒരാൾക്ക് അതിങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോയിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒരു കഥയാണ്, ഒരൊറ്റ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതാണോ? ഇത് ആലം ദുന്യാവില് എന്തെല്ലാം വിഷയമുണ്ടോ, അതായത് ഒരു മനുഷ്യന്റെ പ്രകൃതിക്ക്, അയാളുടെ അഭിരുചിക്ക്, ദുന്യാവിലുള്ള മനുഷ്യന്മാരുടെ അഭിരുചിക്കൊക്കെ ഫിറ്റായ സാധനം ഇതിലുണ്ട്.
അതുകൊണ്ടാണല്ലോ ഇത് ഹുദൽ ലിന്നാസ് ആവുന്നത്. അല്ലാണ്ട് ഒരു എന്താ പറയുക കർമ്മശാസ്ത്ര പണ്ഡിതന് മാത്രമുള്ള സാധനമാണെങ്കിൽ അത് അതിൻ്റെ ഓർഡറിൽ ഇങ്ങനെ കൊണ്ടുപോകാം. ഇപ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഫിഖ് ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പോണ മാതിരി ഒരു ബാബുൽ വുളുവിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ബാബു തൊഹാറത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അവസാനം വരെ പോകാം. പക്ഷെ ഇത് അതല്ലല്ലോ. ഇതിൽ എന്തൊക്കെയുണ്ട്? ഇതിൽ ഹിസ്റ്ററി ഉണ്ട്, ഇതിൽ കണക്കുണ്ട്, ഇതിൽ ഭാഷ ഉണ്ട്, പിന്നെ എന്തെല്ലാം സൗന്ദര്യശാസ്ത്രം ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ആലം ദുന്യാവിലുള്ള എല്ലാ സാധനവും ഉണ്ട്. കാരണം ഹുദൽ ലിന്നാസ് എന്ന് പറയുന്നത് അള്ളാഹ് ഖുർആൻ കൊടുത്തൊരു വിശേഷണം. ഇപ്പൊ നാളെ പരലോകത്തെ ഒരാൾ വന്നിട്ട് പറയാം, പഠിച്ചോനെ നീ അവതരിപ്പിച്ച ഖുർആൻ മുഴുവൻ വായിച്ചു, പക്ഷെ എനിക്ക് ഫിറ്റായ ഒരു സാധനം, അല്ലെങ്കിൽ എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു സാധനം ഈ ഖുർആനിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരാൾക്ക് പഠിച്ചോന്റെ മുന്നിൽ പറയാൻ കഴിയില്ല. ആ കോൺഫിഡൻസ് ആണ്. അങ്ങനെ പറ്റില്ല. ആലം ദുന്യാവിൽ ഒരു മനുഷ്യനും അങ്ങനെ കഴിയില്ല എന്നുള്ള ആ കോൺഫിഡൻസ് ആണ് എന്ത് ഹുദൽ ലിന്നാസ് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കുള്ള സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ള പല സയൻറ്റിസ്റ്റുകൾ, അപ്പോൾ അവർ ശരിക്ക് ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണം, അതായത് അന്നുസവിയ ബനാന, അത് തമ്പുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ആ തമ്പുമായി ബന്ധപ്പെട്ട ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണം കൊണ്ട് ഒരാൾ സന്മാർഗത്തിലെത്തും. അപ്പോൾ ഖുർആന് ഹുദൽ ലിന്നാസ് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഖുർആൻ മൊത്തം പഠിച്ചാലേ ഒരാൾ സന്മാർഗത്തിലെത്തുള്ളൂ. അങ്ങനെ ഇല്ലല്ലോ. ഖുർആന്റെ ഒരു ആയത്തിന്റെ ഒരു കഷ്ണം മതി ഒരാൾക്ക് സന്മാർഗത്തിലെത്താൻ. നേരത്തെ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു ആകെ സൂറത്ത് ത്വാഹയിൽ ആദ്യത്തെ കുറച്ച് ഭാഗമേ കേട്ടിട്ടുള്ളൂ, അതോടുകൂടി സന്മാർഗത്തിലെത്തി. വേറെ ഒരാൾ ഫറോവയെ കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന മനുഷ്യന്, അയാൾ ആ ആയത്ത് ഫറോവയുടെ ബോഡിയെ കുറിച്ചുള്ള ആയത്ത് കേട്ടിട്ട് അയാളെത്തുന്നു. അതുപോലെ തന്നെ ഭ്രൂണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പറയുന്ന ആയത്തുകൾ വെച്ചിട്ട് ആളുകൾ സന്മാർഗത്തിലെത്തുന്നു. ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട്, അതായത് ഖുർആൻ ഒരൊറ്റ അക്ഷരം പോലും വെറുതെ പ്രയോഗിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു അക്ഷരം അതിൻ്റെ ഒരു പവർ കണ്ടിട്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പോൾ ഖുർആനെ പറഞ്ഞു വന്ന ഇതിൻ്റെ ഭംഗി, ആയിരക്കണക്കിന് വിഷയങ്ങൾ ഒരു വേദത്തിൽ ഉൾക്കൊള്ളിക്കുന്നു. ആ ആയിരക്കണക്കിന് വിഷയങ്ങൾ നല്ല ഫ്ലോയിൽ മനോഹരമായിട്ട് കോർത്തിണക്കി കൊണ്ടുപോകുന്നു. ഇതൊരു ഭയങ്കര മാജിക് അല്ലേ? അങ്ങനെ ഇത് മൂജിതത്താവുക. അതായത് ഇപ്പൊ ഖുർആൻ മൂജിതത്ത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം സാധാരണ മൂജിതത്ത് എപ്പോഴും നമ്മൾ പ്രയോഗിക്കുക, അവിടെയുള്ള പ്രവാചകന്മാര് അവിടെയുള്ള അവിശ്വാസികൾക്ക് പ്രവാചകത്വം തെളിയിക്കേണ്ടിട്ടാണ് മൂജിതത്ത് തെളിയിക്കുക. പക്ഷെങ്കിൽ ഖുർആൻ മൂജിതത്ത് പറയുമ്പോൾ റസൂൽ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, ഇതെങ്ങനെയാണ് മൂജിതത്താവുക? ഇത് ഭയങ്കര രസമാണ്. അതായത് ഇപ്പൊ നമ്മള് മോജിസത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോജിസത്ത്, വടി നിലത്തിട്ടാല് അതൊരു ഭീകരമായ സർപ്പായിട്ട് മാറും. അതല്ലെങ്കിൽ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകം വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു മോജിസത്ത്. ശരിക്കും ഖുർആൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. അതായത് ഇല്ലല്ലോ, അങ്ങനെ ഒരു അത്ഭുതം എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവണില്ലല്ലോ. പക്ഷെ അത് മോജിസത്തല്ലേ? അത് മോജിസത്ത്. ഇപ്പൊ നമ്മളെ നാട്ടില് ഒരു 5-6 കൊല്ലം മുമ്പ് വരെ ഈ കിണർ താഴുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. കിണർ, അതായത് വീട്ടുമുറ്റത്ത് നേരം വെളുത്ത് നോക്കുമ്പോൾ വീട്ടിൽ കിണർ കാണുന്നില്ല. താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അപ്പോ പിറ്റേ ദിവസം ഇങ്ങനെ കിണർ കാണാതാകുമ്പോൾ ആൾക്കാരെല്ലാവരും വന്ന് കൂടും. ഞാനൊക്കെ പറയും, എന്റെ വീട്ടിലാണെങ്കിൽ എനിക്കതൊരു വലിയ അഭിമാനകാരം. എന്ന് പറഞ്ഞാൽ എല്ലാവരും മാഷാ അല്ലാഹ്, വീട് സംഗതി നഷ്ടമാണ്, കിണർ താന്നു പോയതാണ്. പക്ഷെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ശരിക്കും ഇത് ഖുർആനും അതൊരു ചെറിയൊരു അത്ഭുതമാണ്. അപ്പോൾ ഇത് ഒരു ഭയങ്കര അത്ഭുതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് കണ്ടാ ഇതിൻ്റെ അടുത്ത് ഇരിക്കുന്ന സാധനം ഉണ്ട്, ഒരു അത്ഭുതം ഉണ്ട്, ഇതാണ് അത്ഭുതം എന്ന് ചോദിക്കും. ശരിക്കും അത് സംഭവിക്കാത്തത് നേരത്തെ പറഞ്ഞ സാധനമാണ്. എന്ന് പറഞ്ഞാല് ഒന്ന്, ഇതിന്റെ ഉള്ളടക്കമാണ് ഇതിന്റെ മോചിതത്വം എന്ന് പറഞ്ഞാല്. ഇപ്പോൾ ഇതിൽ നിയമമുണ്ട് നോക്കാം. അപ്പോൾ നിയമം നമ്മള് ഇപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന എത്ര തവണ നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ടോ? കാലത്തിനനുസരിച്ച് ഇങ്ങനെ അമെൻഡ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എത്ര കൊല്ലമായി ഇറങ്ങിയിട്ട്? 1400 വർഷത്തിൽ. ഇതിലൊരു നിയമം പോലും ഇതുവരെ അമെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഖിയാമത്ത് വരെ അമെൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അത് നിയമവശത്തിന്റെ അതിന്റെ മോചിതത്വം. ഇത് അബൂലഹബ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തബ്ബത്ത് യദാ അബീ ലഹബി വതബ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ നരകത്തിലാണ്. ശരിക്കും അബൂലഹബിനെ അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച സംഗതി കഥ കഴിഞ്ഞു. ഇസ്ലാം പൊളിഞ്ഞ്, ഖുർആൻ പൊളിഞ്ഞ്. പക്ഷെ സംഭവിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് പ്രവചനവുമായി ബന്ധപ്പെട്ട മോചിതത്വമാണ്. വേറെ ഒലിബത്തി റൂം എന്നൊക്കെ പറഞ്ഞിട്ട് റോമക്കാരുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ നിലനിൽക്കുന്ന എന്തിന്റെ പുറത്താണ്?
നമ്മളൊക്കെ നിലനിൽക്കുന്നത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അതെന്ന് പറഞ്ഞാൽ ലോകത്ത് ആര് ആട്ടി ഓടിച്ചാലും എത്ര കഠിനമായി പീഡിപ്പിച്ചാലും, അത് ഫലസ്തീനികളുടെ വിഷയത്തിലായാലും ഇനി ഇന്ത്യയിലെ വിഷയത്തിലായാലും എത്ര ഊര് വിലക്കിയാലും എന്ത് സംഭവിക്കും? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. അതൊക്കെ ആ ബലത്തിലല്ല, ആ പ്രവചനത്തിലല്ലേ നമ്മൾ നിലനിന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രവചനത്തിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. പിന്നെ ഇതിന് ചരിത്രം പറയുന്നിടത്ത് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നു, ചരിത്രത്തിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടില്ല. ഇത് പറയുന്ന ഒരു വിഷയത്തിൽ ഈവൻ ഗർഭപാത്രത്തിലെ എന്താണ് ഒരു കുട്ടിയുടെ കുറഞ്ഞ കാലാവധി 6 മാസമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സയൻസ് ഇത് പറഞ്ഞിട്ട് തെറ്റുപറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ആകാശഭൂമികൾ ആദ്യം എന്താണ് ഒട്ടിച്ചേർന്നിട്ട് കാനത്താറഹുമ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആലം ദുന്യാവിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു, ഒന്നിലും ഒരു തെറ്റ് പോലും വരുത്തുന്നില്ല. ഇതിനൊക്കെ വലിയ അത്ഭുതം എന്താണ്? അതും അതായത് വൈജ്ഞാനികമായി എന്താ പറയാ, സയൻസിന്റെ മേഖലകളിൽ ഇത്രയൊക്കെ വികസിപ്പിച്ച ഒരു കാലത്ത് പോലും ഖുർആൻ ഈ പറഞ്ഞത് പൊള്ളയാണ് എന്നും ഒരാൾക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് നമുക്കറിഞ്ഞാലല്ലേ നമ്മൾ നേരത്തെ കിണറിന്റെ കാര്യം പറഞ്ഞ പോലെ വന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത എന്താ വെച്ചാൽ നമ്മളിത് പഠിക്കുന്നതിന് നേരത്തെ പറഞ്ഞ കണ്ടീഷനുകളൊക്കെ പഠിച്ച് ഒക്കെ റെഡിയാക്കി ഇത് പഠിക്കാൻ വരുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും? പിന്നെ അതിനോടുള്ള ആളുകളുടെ താല്പര്യം നഷ്ടപ്പെട്ടു. സാധാരണ ഖുറാനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഖുറാൻ അങ്ങോട്ട് ചേർക്കല, ഖുറാനും ശാസ്ത്രം വെച്ചിട്ട് ഖുറാൻ നോക്കാം. ശരിക്കും ഖുറാനാണ് നമ്മളൊരു സിഗ്നിഫയർ ആയിട്ട് നമ്മളെ നന്നാക്കുക. ഖുറാനാണ് ബേസ്. അതല്ലെങ്കിൽ ശാസ്ത്രം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഖുറാനില് ഒരു എന്താണ് പദം പോലും വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു മോചിതത്വം എന്ന് പറയുന്നത് ശരിക്കും ഇൽമിന്റെ കാര്യം മാത്രത്തിലല്ല. എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു ഉള്ളടക്കം ഓക്കെ സെറ്റാണ്, പക്ഷെ അതേസമയം ആ ഉള്ളടക്കം എങ്ങനെ അവതരിപ്പിക്കുന്നു, അതായത് അറിവ് എന്നുള്ള അർത്ഥത്തിലുള്ള ഉള്ളടക്കം പറയാം. പക്ഷെ അതിന്റെ ഒരു സെന്റൻസുകൾ അല്ലെങ്കിൽ ഒരു ഘടനകൾ അതും ഭയങ്കര സംഭവമല്ലേ. ഇപ്പോൾ എന്താണ് പകലിൽ നിന്ന് രാത്രിയെ നസ്ലഹു മിൻഹു നഹാർ, അതായത് രാത്രിയിൽ നിന്ന് പകലിന് ഇങ്ങനെ ഊരിയെടുക്കുന്നു. രാത്രിയും പകലും നമുക്ക് വേർപെട്ട് കാണാൻ പറ്റും എവിടെയെങ്കിലും? ഒന്ന് കഴിയുമ്പോൾ അടുത്ത് ഇല്ല, മുറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. ഈ സലഹ എന്ന് പറഞ്ഞ സാധനം ആടിനെ അറുത്തിട്ട് അതിന്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞു പോരുന്നത് നമ്മളിങ്ങനെ ഊരിയെടുക്കൂലേ? നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ അറവ് കഴിഞ്ഞിട്ട് അങ്ങനെ പറിച്ചെടുത്ത് പോരുന്നത് എന്ന് പറഞ്ഞാൽ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന സാധനം. അത് ഊരിയെടുക്കുമ്പോൾ നമുക്ക് വേറിട്ടിട്ട് കിട്ടൂല, പിന്നെ അവസാനം മുറിഞ്ഞു പോരണം. ആ ഒരു പദപ്രയോഗമാണ് ഇപ്പോൾ സയന്റിഫിക്കലി പോലും ഇത് പ്രയോഗിച്ചിട്ടുള്ള പദപ്രയോഗം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങൾ കാണുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇതുപോലെ മനസ്സിലാക്കാൻ ഞാൻ പറയും ഭയങ്കര ഭാഷയിൽ ഭയങ്കര കഴിവൊന്നും വേണ്ട. ഇതിൽ എന്താ പറയാ, അതിനോടൊന്ന് ചേർന്ന് നിന്നാൽ ഇടയ്ക്കൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ ഇതുപോലുള്ള കുറെ സാധനങ്ങൾ കിട്ടും. ഇപ്പോൾ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമായി കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇല എന്ന് പറഞ്ഞാൽ ആദ്യം ഇബില് എന്ന് പറയുന്നത് നേരെ കൺമുന്നിലുള്ള സാധനം, പിന്നെ കണ്ണ് നേരെ മേലക്കാണ്, പിന്നെ ജബല് നേരെ ഇറക്കാണ്, പിന്നെ നേരെ താഴത്തേക്ക് ഇലൽ അർള് എന്ന് പറഞ്ഞാല് ഒരു റിസ്ക്കും മനുഷ്യടുക്കേണ്ടതില്ല. നേരെ മുന്നിൽ നോക്കിയാൽ ഒട്ടകത്തെ കാണാം. നേരെ അറബികളുടെ മുന്നിൽ അവതരിക്കുന്ന കാലത്ത് മുന്നിൽ നോക്കിയാൽ ഒട്ടകം കാണും. ഇനി അതിനൊന്ന് കണ്ണ് തിരിച്ചാൽ നോക്കിയാൽ എന്താ സംഭവിക്കുക? ആകാശം കാണും. ഇനി അവിടുന്ന് മാറ്റാൻ നോക്കിയാൽ മൊത്തം മലകൾ കാണും. ഇനി ഒന്നും വേണ്ടെന്ന് വിചാരിച്ച് താഴത്തേക്ക് നോക്കിയാലോ ഭൂമിയാണ്. എന്ന് പറഞ്ഞാല് എവിടെയും നിറഞ്ഞ്. അപ്പൊ ആ ഖുറാന്റെ ആ ഓർഡറിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് ഇതിന് ശരിക്ക് ആയത്ത് എന്ന് പറയുന്നത്. ഖുറാനിക വചനങ്ങളും ആയത്താണ്, ഖുറാൻ തന്നെ ആയത്താണ്. അത്ഭുതമാണ്, അദൃഷ്ടാന്താണ്. എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ കുറിക്കുന്ന അടയാളങ്ങൾ, എന്തെല്ലാം അടയാളങ്ങളുണ്ടോ ആ അടയാളങ്ങളൊക്കെ ചേർന്ന സാധനമാണ് ആയത്ത്. അപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും അതാണ്. ഇനിയിപ്പോ ഖുറാനൊന്നും ഞാൻ കേൾക്കണില്ല, എനിക്ക് അള്ളാഹിനെ അറിയണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു നോക്കിയാലും മരം കാണും, മല കാണും, ഒന്നുമില്ല, കണ്ണടക്കാനൊന്നും അഫലാ തുബ്സിറൂൻ ഒഫി അൻഫുസിക്കും, നിങ്ങളുടെ കാര്യത്തിൽ പോലും എന്നിട്ട് അള്ളാഹിനെ കാണുന്നത്. അപ്പൊ അള്ളാഹിനെ കാണാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അത് കാണുന്നുണ്ട് എന്ന് പറയുന്ന സാധനമാണ് എന്ത്, അതായത് നിങ്ങൾ അവിടെ ഒക്കെ കാണുന്നുണ്ടല്ലോ എന്ന് നമ്മളോട് പറയുന്ന സാധനമാണ് ഖുറാൻ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ ഖുറാൻ ഇങ്ങനെ ഖുറാന്റെ നിയമങ്ങൾ നമ്മൾ നോക്കിയാൽ ശരിക്കും ഹറാമ് ഹലാലുകളൊക്കെ ഇങ്ങനെയല്ല പറയാം. ശരിക്കും ആ ഹറാമ് ഹലാലുകൾ അങ്ങനെ ആളുകളെ എങ്ങനെ പേടിപ്പിച്ച് പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫീലിലാണ് ഖുറാനെ സമീപിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ കൈ പിടിച്ചിങ്ങനെ നടക്കുകയാണ് എന്നുള്ള ഒരു ഫീലാണ് ഖുറാനിൽ നമ്മളിങ്ങനെ പോകുമ്പോഴെങ്കിൽ. അപ്പൊ ഉപ്പ ഇങ്ങനെ പറഞ്ഞുതരും അത് ചെയ്യരുത്, ഇത് നല്ലതല്ല, ഇത് നല്ലതാണ്
എന്ന് പറയും. ആ ഒരു ഫീല് ഹലാലും ഹറാമും പറയുമ്പോൾ ഉണ്ടാവുള്ളൂ ശരിക്ക്. അപ്പോൾ ആ ഫീലിലാവുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മളത് സ്വീകരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഇത് മനുഷ്യനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഇത് ഹറാമാണ്, ഇത് ഹലാലാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അതിനെ വായിക്കുന്നത് എങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പഴയ ഒരു പാരമ്പര്യ സ്റ്റൈലിലാണ് വായിക്കുന്നത് എങ്കിൽ അവിടെയാണ് നമ്മൾ ശരിക്കും പരാജയപ്പെടുന്നത്. ഖുറാനെ പറ്റി നിങ്ങളടുത്ത് സംസാരിക്കാൻ നമുക്ക് ഇനിയും കുറെ സംസാരിക്കാൻ ഉണ്ടാവും. നിങ്ങൾക്കാണെങ്കിൽ സമയമില്ല നിങ്ങൾ പറയുകയും ചെയ്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിന്റെ ഒരു ഓർമ്മയിൽ നിങ്ങൾ ഫസ്റ്റ് ഇടുന്ന എങ്ങനെയാ വെച്ചാല് എനിക്ക് ഫിക്കാണ് പഠിപ്പിച്ചത്. എന്റെ അടുത്ത് എന്റെ സീനിയർ എന്താണ് ഉസ്താദ് നിങ്ങൾക്ക് ഫിക്കാണ് പഠിപ്പിച്ചത്, നിങ്ങൾ തഫ്സീർ എടുക്കണം. ഉസ്താദ് എന്താ വെച്ചാൽ ഒരു സെമ്മ് മൊത്തം ഒറ്റ ആയത്ത് പഠിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ഒരു സെമ്മ് മൊത്തം ഇങ്ങനെ ഒറ്റ ആയത്ത്. പിന്നെ നിങ്ങളെ കുത്തുബയും വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇൻഷാ അല്ലാഹ് ഇതിപ്പോ ഇവിടെ അവസാനിപ്പിക്കാൻ. പക്ഷെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ സ്ട്രക്ചറിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ വാക്കുകളുടെ സൗന്ദര്യം, അതൊക്കെ ഓരോന്നായിട്ട് തന്നെ പ്രത്യേകം സംസാരിക്കാൻ തോന്നും. സൂറത്തുകളുടെ ഒരു ഓർഡർ, ആയത്തുകളുടെ ഒരു ഓർഡറിന്റെ രീതി, പിന്നെ നമ്മൾ സാധാരണ പറയുന്ന മക്കി മദനി എന്നൊക്കെയുള്ളതിൽ നിന്ന് അപ്പുറം അതുകൊണ്ടുള്ള ചില ഗുണങ്ങൾ, നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക ദൈനംദിന ജീവിതത്തിലുള്ള അതിൻ്റെ ഗുണങ്ങൾ, പിന്നെ ഓരോ പദത്തിൻ്റെ പ്രത്യേകതകൾ, പദമൊക്കെ ഖുർആൻ അത്ര ആപ്റ്റ്. അതുകൊണ്ടല്ല ശരിക്കും അന്ന് അറബികളെ വെല്ലുവിളിച്ചത്. ഇപ്പോൾ അറബികളെ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ ഇതുപോലുള്ള ഒരു ഖുർആൻ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും വെല്ലുവിളിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? ഇപ്പോൾ നിങ്ങൾ ഒരു ബുക്ക് എഴുതി നിൽക്കുക, എന്നിട്ട് എന്നോട് പറയാം നിങ്ങൾ ആലം ദുഞ്ഞാവിലെ എത്ര ആൾക്കാർ മെനക്കെട്ടാൽ ഇതുപോലെ ഒരു പുസ്തകം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റൂല. കാരണം നിന്റെ ഒരു സ്റ്റൈലിൽ എനിക്ക് എഴുതാൻ കഴിയില്ല, ആരും എഴുതാലും അങ്ങോട്ട് എത്തൂല. അപ്പൊ പിന്നെ ഖുർആൻ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും കഥ ഉണ്ടോ? ഇതുപോലെ അങ്ങനെ ഒരാൾ കൊണ്ടുവരുന്നത്. പക്ഷെ അത് വേറെ സാധനമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളടക്കവും ആ ഉള്ളടക്കത്തിന് ഫിറ്റ് ആയിട്ടുള്ള പദങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ കവികൾ പരാജയപ്പെടുന്നത്. ഓലിപ്പോ അൽഫീലും അൽഫീലും ഒമാ അദ്രാക്ക അൽഫീൽ എന്ന് പറഞ്ഞിട്ട് സാധനമായിട്ട് വന്നല്ലോ. ഓൽക്ക് എന്ത് കിട്ടി? പദങ്ങൾ കിട്ടി. പക്ഷെ അതിലെന്തില്ല? കണ്ടന്റ് ഇല്ല. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് ഖുർആൻ കൊണ്ടുവരുന്നത്. അവിടെയാണ് ആ ചലഞ്ച് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു 3 ആയത്തെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഒരു അറ്റ് ലാസ്റ്റ് എന്താണ് ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ആരെടുത്ത വെല്ലുവിളിക്കണത്? അവിടുത്തെ ഘടാഘടിയന്മാരായ ആളുകളാ, സാഹിത്യത്തിലെ പുലികൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണ്. അപ്പൊ ശരിക്ക് എന്താണ് ഒരു കവിത എഴുതാൻ ഇപ്പോ ആരാണ് ഇവര്? ഒരു കവിത 70 വരി 80 വരിയൊക്കെയുള്ള കവിതകൾ ഒറ്റ ശ്വാസത്തില് എന്താണ്, അതായത് നിമിഷ കവികളായിട്ട് പാടുന്നവരവര്. മൊല്ലക്കാത്ത സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പാടുന്നവരാണ് അവര്. അത് പാടിയാലോ കേൾക്കുന്നവരൊക്കെ അത് മെമ്മറൈസ് ചെയ്യും, എഴുതി വെക്കുന്നു വേണം. അങ്ങനത്തെ ഉള്ള ആൾക്കാരോടാണ് പറയുന്നത് ഇതുപോലുള്ള ഒരു സാധനം ഒരു വരി കൊണ്ടുവരിക. അത്രക്ക് സൂപ്പറായ കണ്ടന്റ് ഉള്ള, അത്രക്ക് സൂപ്പറായ തെർത്തീപ്, അതായത് വേർഡുകൾ തെർത്തീപ് ചെയ്തിട്ടുള്ള സാധനം. ഇതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനെ സമീപിച്ചത് ഒരു ഭയങ്കര അത്ഭുതമായിരിക്കും. അപ്പൊ നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് കണ്ടോ ഇങ്ങനൊരു മുതലിന്റെ അടുത്തുണ്ട് എന്ന് നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകും. ആ പറച്ചിലാണ് നമുക്ക് വേണ്ടത്. കണ്ടിന്യൂ ചെയ്യാം നമുക്ക് എന്തായാലും. ഇപ്പൊ ഇവിടെ ജസാക്കല്ലാഹ്. ഖുർആനെ പറ്റി ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങൾ, നമ്മൾ ചർച്ച ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഒന്നുകിൽ കമന്റിലൂടെയോ അല്ലെങ്കിൽ നമ്മളോട് പേഴ്സണലി ആയി അറിയിക്കുക ഇൻഷാ അല്ലാഹ്.